ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഞാനേ ഇപ്പം ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത് എനിക്ക് നിങ്ങളോടൊരു കാര്യം ഡിസ്കസ് ചെയ്യാനും വേണമെങ്കിൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനെന്ന് വേണമെങ്കിലൊക്കെ പറയാം. എനിക്ക് നിങ്ങളോട് ഇതൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല. റീസെൻ്റ് ഡേ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നായിരുന്നു. ഒരു 2-4 ഡേയ്സിന് മുന്നേ ഒരു 4 ഡേയ്സിന് മുന്നേ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അനോണിമസ് കോളായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ കോൾ എടുത്തപ്പോൾ ഹലോ ബിൻഷ അല്ലേ? ഞാൻ പറഞ്ഞു അതെ. ബിൻഷ ഇപ്പം എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഞാൻ ചോദിച്ചു ആരാണ് ഈ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പേര് പറഞ്ഞു. എന്നിട്ട് ഫ്രം ഇന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു നിനക്ക് എൻ്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു അതെനിക്കിപ്പോൾ പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു എടാ എൻ്റെ പേഴ്സണൽ നമ്പർ ഇയാൾക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന് എനിക്ക് ഏറ്റവും അടുത്തിട്ടുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന് കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന നാട്ടിൽ തന്നെ. അവരെന്തായാലും എന്നോട് ചോദിക്കാതെ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾക്ക് എൻ്റെ നമ്പർ കൊടുക്കൂല. ഇപ്പോൾ ഈവൻ ഒരു പ്രോഗ്രാമിൻ്റെ കാര്യമാണെങ്കിൽ പോലും അവർ ചിലപ്പോൾ ആ ഒരു ടീമായിട്ട് ഇപ്പോൾ എൻ്റെ പ്രോഗ്രാം വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരിതുപോലെ എന്നെ വിളിച്ച് അന്വേഷിച്ചിട്ട് ആ ടീമുമായിട്ട് അവർ കോൺഫറൻസ് ചെയ്യും ഞാനുമായിട്ട്. എന്നിട്ടായിരിക്കും സംസാരിക്കുന്നത്. അല്ലാതെ എൻ്റെ പേഴ്സണൽ നമ്പർ അങ്ങനെ അവർ ആർക്കും കൊടുക്കാറില്ല എന്നുള്ളത് ഒരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അപ്പം ഇയാൾ ഈ പറയുന്ന നാട്ടിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇയാൾ ഈ പറയുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് അവിടെയും പോയിട്ട് ഞാൻ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അത് അയാൾ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നെ നേരിട്ട് ഓരോ പ്രോഗ്രാംസിനൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇയാൾക്ക് എൻ്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് അറിയാനുള്ളൊരു കടമ എനിക്കില്ലേ? അതുകൊണ്ട് ഞാൻ ചോദിച്ചു എൻ്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഇയാളത് പറയാൻ താല്പര്യപ്പെടുന്നില്ല. അതെനിക്ക് പറയാൻ പറ്റൂല. പക്ഷേ എനിക്ക് ഒന്നുകൂടെ വാശി ചെയ്ത് കേട്ടപ്പോൾ. എൻ്റെ ഫ്രണ്ട്സ് എന്തായാലും ഇങ്ങനെയുള്ള ഒരാൾക്ക് നമ്പർ കൊടുക്കൂല. ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾക്ക് നമ്പർ കൊടുക്കത്തില്ല. പക്ഷേ ഇത് എവിടുന്ന് കിട്ടിയെന്ന് എനിക്കൊന്നും അറിയണ്ട. അത് ഇയാൾ പറയുന്നില്ല. ഇയാൾ വേറെ ഓരോരോ വിശേഷങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കത് പറയാനും താല്പര്യമില്ല. ഈ നമ്പർ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് അത് ബിൻഷ അത് അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ എനിക്ക് മനസ്സിലായി ബിൻഷയ്ക്ക് അത് അറിയാനുള്ളൊരു അവകാശമുണ്ട്. എന്നാലും എനിക്കത് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും കുറച്ച് ഇതായിട്ട് ഞാൻ ചൂടായി. എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. ഇപ്പം ഓക്കെ എൻ്റെ പാട്ട് ഇഷ്ടമാണ് അല്ലെങ്കിൽ അത് കേൾക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി മെസ്സേജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അപ്രീസിയേഷനൊക്കെ കിട്ടാറുണ്ട്. നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ഓരോരുത്തർ വന്ന് സംസാരിക്കാറുണ്ട്. എന്തുകൊണ്ട് ഇയാൾ നേരിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് അത് പറഞ്ഞില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്കുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ അയാളോട് പറഞ്ഞു ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അതിലും ഇതിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവാണ്. അതിലൊരു മെസ്സേജോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടില്ല. ഇയാൾക്ക് എങ്ങനെ എൻ്റെ നമ്പർ കിട്ടി എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. കാരണം ഓൾമോസ്റ്റ് ആൾക്കാർ ചിലപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പ്രോഗ്രാം ചെയ്തിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ അവർ നമ്മുടെ ഐഡി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അകത്ത് സോങ്ങിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമൊക്കെ പറയാറുണ്ട്. അപ്പം അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരിയെ അല്ലെങ്കിൽ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എന്താണ് ഹാപ്പിനെസ് ആണത്. അപ്പോൾ അവർ നേരിട്ട് നമ്മളോട് വന്നിട്ട് കൺഗ്രാറ്റ്സ് പറയുക, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ നമ്പർ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കല്ലാണ്ട് ഞാൻ ആർക്കും ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് 100% ഷുവറാണ്. അപ്പോൾ ഈ നമ്പർ എങ്ങനെ ഇയാൾക്ക് കിട്ടി എന്നുള്ളത് എനിക്കറിയുകയും വേണം. അങ്ങനെ ഇയാളോട് സംസാരിച്ച് എനിക്ക് ഇതാ എന്താ മൈൻഡ് ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞാൻ കോൾ കട്ട് ചെയ്തു. അപ്പോൾ ഇയാൾ ഇടയ്ക്ക് പറയുന്നുണ്ട് പക്ഷേ ഇത് വിട്ടേക്ക് ഞാൻ ആരെയും വിളിച്ചിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ഈ നമ്പർ ആരാണോ ഷെയർ ചെയ്തത് അയാൾ ഈ പറയുന്നത് പോലെ ഇനി ആർക്കൊക്കെ എൻ്റെ നമ്പർ കൊടുക്കും. കാരണം എൻ്റെ അനുവാദം ചോദിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ഫ്രണ്ട്സ് അല്ല ഇത് ചെയ്തതെന്നുള്ളത് എനിക്ക് ഷുവറാണ്. എന്നാലും ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. എന്നിട്ട് ആ സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലെ നമ്പറൊക്കെ എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു ബിച്ചൂസ് എന്താ പറ്റിയത് എന്താ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതുപോലെയാണ് സംഭവം. ഒരാളെന്നെ ഇങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇങ്ങനെ വിളിച്ച് എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കി. പക്ഷെ അയാൾക്ക് ആരാണ് നമ്പർ കൊടുത്തതെന്നുള്ളത് എനിക്കറിയണം. അതാണ് എനിക്കിപ്പോൾ മെയിനായിട്ട് അറിയേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞിടാ നീ ആ നമ്പർ ഷെയർ ചെയ്യും. നമ്മളുടെ കോൺടാക്റ്റിൽ വല്ലതും ഉള്ള ആളാണോ എന്ന് നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞ് നോക്കിയപ്പോൾ അവരുടെ കോൺടാക്റ്റിലൊന്നും ഇല്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവർക്കും അറിയാത്ത ഒരാളാണ്. പക്ഷെ ഇയാൾ എന്നോട് ഇയാളുടെ പേര് പറഞ്ഞിട്ട് ഞാനത് ട്രൂ കോളറിൽ നോക്കിയപ്പോഴത്തേക്കും ട്രൂ കോളറിൽ ഇങ്ങനെ പേരോ ഊരോ ഒന്നും കൊടുത്തിട്ടില്ല. ദെൻ ഞാൻ ഗൂഗിൾ പേയിൽ കയറി നോക്കിയപ്പോൾ ഇയാളുടെ പേര് പറഞ്ഞ പേരല്ല. അതൊന്ന്. സെക്കൻഡ് വൺ ഇയാളുടെ വീട്ടുപേരും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന സ്ഥലത്ത് അതായത് ഇന്ന ഒരു ജില്ലയിൽ ഇന്ന പ്രത്യേക ഒരു സ്ഥലത്തെ ഒരാളാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് എൻ്റെ അവിടെയുള്ള ഫ്രണ്ട്സിനെ എന്നെ വിളിച്ച് തിരക്കിയപ്പോൾ ആ നാട്ടിലെ ഒരു പ്രത്യേക കുടുംബം അറിയുന്നൊരു അവിടെ ഇങ്ങനെ ഓരോരോ നാട്ടിൽ ഓരോരോ കുടുംബങ്ങൾക്ക് ഇങ്ങനെ ഓരോരോ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ആ ഒരു സ്ഥലത്ത് ഒരു കുടുംബ പേരാണിതെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ
ഇവര് എന്തോ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പറയുന്ന സ്ഥലത്ത് ഇയാളുടെ നാടാണെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നമ്മുടെ ഒരു സൗണ്ട് എഞ്ചിനീയർ ഉണ്ട്. പുള്ളിയെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. പുള്ളിയോട് ഞാൻ ചോദിച്ചു, ആരെങ്കിലും എൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ബിൻഷയോട് ചോദിക്കാതെ എന്തായാലും ഞങ്ങൾ ആരും തന്നെ ബിൻഷയുടെ നമ്പർ ആർക്കും ഷെയർ ചെയ്യൂല. അത് ബിൻഷയ്ക്ക് അറിയുന്ന ആരാണ്. ഇത്രയും നാളായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും പ്രോഗ്രാംസ് വരികയാണെങ്കിൽ ഞങ്ങളത് ബിൻഷയുടെ അനുവാദം ചോദിക്കും. എന്നിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവരോട് ബിൻഷയുടെ ഇത് പറയും. യെസ് ആണെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ ആണെങ്കിൽ നോ. അതല്ലാതെ ഞങ്ങൾ ആർക്കും ബിൻഷയുടെ നമ്പർ ഷെയർ ചെയ്തിട്ടില്ല, ഷെയർ ചെയ്യില്ല. അങ്ങനെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ബിൻഷയോട് ചോദിച്ചിട്ട് ഷെയർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് പുള്ളി പറഞ്ഞത്. ഇന്നുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുമില്ല. അപ്പോൾ പുള്ളിയും കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇയാളുടെ നമ്പർ വാങ്ങി. ദെൻ ഐ തിങ്ക് ഇയാളെ കോൾ ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ബിൻഷ ഒരു 4 മണിക്കുള്ളിൽ ഇയാൾ ആരാന്ന് ഞങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ ഇവർക്ക് ആരാന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇയാളപ്പോൾ ഇവരോട് പറയുന്ന പേര് വേറെയാണ്. അപ്പോൾ ഈ സൗണ്ട് എഞ്ചിനീയറിനോട് പറഞ്ഞ പേര് വേറെ, അഡ്രസ്സ് വേറെ, അങ്ങനെ എന്തൊക്കെയോ, ഇന്ന സ്ഥലത്തല്ലേ നിങ്ങളുടെ വീട്, ഇന്നതല്ലേ നിങ്ങളുടെ വീട്ടുപേരെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം അയാളിരുന്ന് ബബ അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിടാ നമുക്ക് നോക്കാം, ഇനി അയാളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനെതിരെ ആക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ഈ നമ്പറിൽ നിന്ന് കോൾ വന്നു. പക്ഷെ ഞാൻ അറിയുന്നില്ല ഇയാൾ തന്നെയാണ് വിളിക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ച ചോദ്യം വളരെ ആധികാരികമായിട്ട് ചോദിച്ചൊരു ചോദ്യം, എൻ്റെ നമ്പർ ബിൻഷ ആർക്കെങ്കിലും ഷെയർ ചെയ്തോ? അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യമായി പോയി. കാരണം ഇയാളെ എനിക്കറിയില്ല. ഇയാൾ പിന്നെന്ത് കാര്യത്തിന് ഇങ്ങനെയൊക്കെ ഭയങ്കര ആധികാരികമായിട്ട് എന്നോട് സംസാരിക്കുന്നത്? പിന്നെ ഞാൻ അയാളോട് ചോദിച്ചൊരു ചോദ്യം, ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താ ചോദിച്ചത്? എൻ്റെ പേഴ്സണൽ നമ്പർ നിങ്ങൾക്ക് ആര് ഷെയർ ചെയ്തു? എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പം ഇയാൾ പറയുന്നത് എനിക്കത് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞപ്പോൾ ഓക്കെ ശരി, ഞാനെന്നാൽ സൈബർ സെല്ലിൽ കൊടുക്കാതാകുമ്പം പിന്നെ അവർ ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് പറയാമല്ലോ, നിങ്ങളത് ഡെഫിനറ്റ്ലി പറയില്ല. അപ്പം ഇയാൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. ബിൻഷ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ ബിൻഷയുടെ അടുത്ത് നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് അയാൾ പറയുന്ന ന്യായീകരണം. ഞാനൊന്നും നെഗറ്റീവായിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ബിൻഷ എൻ്റെ അടുത്ത് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ ഷൗട്ട് ചെയ്യും, കാരണം എന്നെ അറിയാൻ വയ്യാത്ത ഒരാൾക്ക് എന്താണ് ആരോ എൻ്റെ പേഴ്സണൽ നമ്പർ ഷെയർ ചെയ്യുക. അപ്പം അതിലെന്താണ് തെറ്റെന്നാണ് അയാൾ ചോദിക്കുന്നത്. ഇന്ത്യൻ നിയമപ്രകാരം നമ്മളുടെ അനുവാദം ഇല്ലാതെ ഒരാൾ നമ്മളുടെ നമ്പർ വേറെ ഒരാൾക്ക് ഷെയർ ചെയ്യുന്നത് ഇല്ലീഗലാണ്. ഓക്കെ, ഇല്ലീഗലാണ്. എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ നമ്പർ ഒരാൾ വേറൊരാൾക്ക് ഷെയർ ചെയ്യുന്നത് ഇറ്റ്സ് ഇല്ലീഗൽ. ഓക്കെ, അത് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് നമ്മൾ ആരുടെ നമ്പർ, ആരെങ്കിലും നമ്മളോട് ഒരാളുടെ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയാളെ വിളിച്ചിട്ട് ചോദിക്കണം, ഇന്നൊരാൾ വിളിക്കുന്നുണ്ട് കൊടുക്കട്ടെ എന്നിട്ടേ കൊടുക്കാവുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഇതിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അതെന്താ ബിൻഷ അങ്ങനെ പറയും? നമ്പർ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് വിവരമില്ലാഞ്ഞിട്ടായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇയാൾ നിങ്ങൾക്ക് അത്ര ഇതായിട്ട് ഇയാൾ അങ്ങോട്ടേക്ക് നമ്പർ തന്നാണോ നിങ്ങൾ ചോദിച്ചാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറയുന്നത് ഞാൻ തന്നെ ചോദിച്ചു വാങ്ങിയതാണ്, ഇങ്ങനെ ഞാൻ അന്വേഷിച്ച് നടന്നിട്ട് ചോദിച്ചു വാങ്ങിയതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ശരി, ഈ പറയുന്ന ആൾക്കാർ ഇനി ആർക്കൊക്കെ എൻ്റെ നമ്പർ ഷെയർ ചെയ്യും? അപ്പോൾ അവരെ എനിക്ക് എന്തായാലും ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണമല്ലോ. ഞാനപ്പോൾ അയാളോട് പറഞ്ഞു, ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു മനുഷ്യനായിരിക്കും, ഇവരിനിയിപ്പോൾ ആർക്കൊക്കെ നമ്പർ കൊടുക്കും? ഈ വിളിക്കുന്നവരൊക്കെ ചിലപ്പോൾ ബാഡ് ആയിട്ടുള്ള ആൾക്കാർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അതുകൊണ്ട് എനിക്കതൊന്ന് സ്റ്റോപ്പ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ബിൻഷ അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ബിൻഷയുടെ പാട്ടുകളൊക്കെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് അത്രയും ഒരു ആരാധന തോന്നി. അതുകൊണ്ട് അന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തത്. എൻ്റെ നമ്പർ തപ്പി നടക്കാരെന്നൊക്കെയാണ് പറഞ്ഞത്. എനിവേ എനിക്കിതിലൊന്നും ഇയാൾ പറയുന്നതിലൊന്നും എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്പർ തപ്പേണ്ട ആവശ്യം എന്താ? ഞാൻ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ബിൻഷ ബഷീർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം തന്നെ ഞാൻ പല സ്ഥലത്ത് ഞാൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അവിടെ കണ്ടിട്ടുള്ള ചിലപ്പോൾ കുറച്ച് കുട്ടികൾ, അല്ലെങ്കിൽ അവിടെയുള്ള കുട്ടികൾ ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, അവർ ഞാൻ പോലും അറിയത്തില്ല, എനിക്ക് പോലും അറിയില്ല, ഞാൻ ആർക്കും അങ്ങനെ ഷെയർ ചെയ്യാറുമില്ല. ഇവർ എന്ത് ചെയ്യും, നേരെ ബിൻഷ അല്ലെങ്കിൽ ബിൻഷ ബഷീർ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിലപ്പം സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എന്നെ കിട്ടും. അവരങ്ങനെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. കുറേ കൊച്ചുകുട്ടികളൊക്കെ എനിക്ക് ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സായിട്ട് ഓരോ സ്ഥലത്തും. അപ്പോൾ അതൊക്കെ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ പുള്ളിക്ക് വേണമെങ്കിൽ എനിക്ക് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കാം. അപ്പം ബിൻഷ പാട്ടൊക്കെ അടിപൊളിയായിരുന്നു, ഓക്കെ താങ്ക് യു, ഖലാസ്, അതവിടെ കഴിഞ്ഞു, സംഭവം തീർന്നു. പുള്ളി അത് പറഞ്ഞു, ഞാനത് അക്സെപ്റ്റ് ചെയ്തു, താങ്ക് യു പറഞ്ഞു, കഴിഞ്ഞു. അത്രേ ഉള്ളൂ സംഭവം. അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം, ഇനഫ്.
പക്ഷേ ഇത് അങ്ങനെയൊന്നും ചെയ്യാതെ എൻ്റെ പേഴ്സണൽ നമ്പർ തന്നെ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടൊക്കെ വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി. വേറൊരു നമ്മളുടെ ഒരു എന്താ പറയാ, വേറെ ഏതെങ്കിലും ഒരു ടീം അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് എഞ്ചിനീയേഴ്സ് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ടീം അങ്ങനെ വിളിക്കുകയോ അല്ലെങ്കിൽ അവരാണെങ്കിൽ എൻ്റെ നമ്പർ എന്നോട് ചോദിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ. വല്ല പ്രോഗ്രാംസിലൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. ഇത് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ടൊക്കെ വിളിക്കുക. ഈ നമ്പർ കൊടുത്ത ആളാരാണെന്നാണ് എനിക്ക് മെയിനായിട്ട് അറിയേണ്ടത്. എന്നിട്ടും അയാൾ പറഞ്ഞില്ല. ദെൻ അയാൾ വീണ്ടും ഒന്നും കൂടെ ഞാൻ ചൂടായപ്പോഴത്തേക്ക് ഇയാൾ കട്ട് ചെയ്ത് എനിക്ക് 4 മണിക്കുള്ളിൽ എനിക്ക് അറിയണം. ഇപ്പം ഇത്ര ടൈമായി, എനിക്ക് 4 മണിക്കുള്ളിൽ ഇത് ആരാ തന്നെയെന്നുള്ളത് അറിയണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുന്നു പറഞ്ഞപ്പോൾ നോക്കിയ വിൻഷ പറയാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ വീണ്ടും കട്ട് ചെയ്തിട്ട് അവരെ കോൺടാക്ട് ചെയ്യും. ആ സമയത്ത് എഗെയിൻ ഞാൻ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇയാൾ വീണ്ടും വിളിച്ചു. അപ്പോഴും ഞാൻ എൻഗേജ്ഡ് ആണ്. അപ്പോൾ ഇയാൾക്ക് ഒന്നുകൂടെ ടെൻഷനായി. പിന്നെ ബിൻഷ ആരാണ് ഇപ്പോൾ വിളിക്കുന്നത്, ആരോടാണ് ഈ സംസാരിക്കുന്നത്, പിന്നെന്താണ് എനിക്ക് പ്രവാസ ലോകത്തേക്ക് എനിക്ക് തിരിച്ചു പോവേണ്ടതാണ്, ബിൻഷ വേറെ പണിയൊന്നും ഒപ്പിച്ച് വെക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനൊന്നും ചെയ്തില്ല, എനിക്കിത് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു അവർക്ക് ബിൻഷ എന്നേലും പേടിയാണ്. ഇത് ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബിൻഷ ചിലപ്പം കംപ്ലൈന്റ് ചെയ്യുമായിരിക്കും. അവർക്ക് എന്നേലും പേടിയാണ്. അവർ പറഞ്ഞത് അത് പാസ് ചെയ്യേണ്ട. അതിനിടയ്ക്കിട്ട് ഇയാൾ പറഞ്ഞത് ഇവര് തന്നെ ബിൻഷയെ വിളിക്കും, എന്നിട്ട് പറയും ഞങ്ങളാണ് നമ്പർ കൊടുത്തതെന്നുള്ളത് പറയും. പിന്നെ വീണ്ടും ഇയാള് ഇങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അയാൾ പറഞ്ഞത് ഇല്ല ബിൻഷ അവർക്ക് പേടിയാണ്, അതുകൊണ്ട് ഇനി ബിൻഷയുടെ നമ്പർ അവരാർക്കും ഷെയർ ചെയ്യൂല. അതുപോലെ തന്നെ ഞാനായിട്ട് ഇനി ബിൻഷയെ വിളിക്കുകയില്ല, ഞാനിപ്പോൾ തന്നെ ഈ നമ്പർ ബ്ലോക്ക് ചെയ്തേക്കാണ്, എന്നെ വെറുതെ വിടണം പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ സംസാരിച്ചു. കുറേ റിക്വസ്റ്റ് ചെയ്തു. പിന്നെ അവരുടെ മരിച്ചു പോയിട്ടുള്ള ആളുകളെയും എല്ലാവരെയും കൊണ്ട് അയാൾ മാപ്പ് പറഞ്ഞു. ബിൻഷയോട് ഞാൻ എന്തെങ്കിലും ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറിയൊക്കെ പറഞ്ഞു, ഇനി ഇങ്ങനെ ഇത് ആവർത്തിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പം തന്നെ ഞാൻ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നു പറഞ്ഞു. എന്നിട്ടും ഇയാൾ ഇത് ആരാണെന്നുള്ളത് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ ഞാൻ അയാളോട് വാൺ ചെയ്ത കാര്യം അവരുടെ അടുത്ത് പറഞ്ഞേക്കണം, ഇനി ഇങ്ങനെ ഉണ്ടാവരുത്. അതാ ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ റിപ്ലൈ ഇതായിരിക്കത്തില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പം അവർക്കത് മനസ്സിലാവുകയും ചെയ്തു. ഞാൻ അയാളോട് പറഞ്ഞു, എല്ലാ പെൺകുട്ടികളും ഒരുപോലെ അല്ല. അയാൾ പറയുന്നത് എനിക്ക് ബിൻഷയായിട്ടുള്ളൊരു ആരാധന തോന്നിയിട്ട് അങ്ങനെ വിളിച്ചതാണ്. അപ്പം നമ്മൾ പബ്ലിക്കായിട്ട് നമ്മളുടെ നമ്പറൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ മാത്രമേ ഈ നമ്പേഴ്സ് ഉള്ളൂ. ഇതിനിപ്പോൾ എങ്ങനെ ഷെയർ ചെയ്ത് പോയി എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ ഒരു 4-5 സിംഗേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ഞാനുള്ളതാണ്. ഇനി അതിൽ നിന്ന് വല്ലതും കളക്ട് ചെയ്തിട്ട് ഇനി ഇങ്ങനെ കള്ളത്തരം പറഞ്ഞിട്ട് വിളിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. എനിവേ എന്തായാലും അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് പറയാനുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരാളുടെ അനുവാദം ഇല്ലാതെ അയാളുടെ നമ്പർ ആർക്കും ഷെയർ ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് ഇല്ലീഗൽ. ഓക്കെ. അപ്പോൾ അയാൾ അത്രയും കാല് പിടിച്ച് മാപ്പ് അപേക്ഷിക്കുന്ന പോലെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ, ഇനി അത് ആവർത്തിക്കത്തില്ല എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഓക്കെ, ഞാനത് വിട്ടേച്ച്. പക്ഷേ ഇതിനു മുന്നേ ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു കൊച്ചു പയ്യനാണ്. അപ്പോൾ അവൻ ഇതുപോലെ ഒരു ദിവസം എന്നെ ഇങ്ങനെ വിളിച്ചിട്ട്, അത് ആരും നമ്പർ ഷെയർ ചെയ്തൊന്നും അല്ല കേട്ടോ, അത് സംഭവം കേട്ടോ. ഇതുപോലെ ഒരു ദിവസം ഒരു 3 വർഷം മുന്നെയാണ് ഇതുപോലെ എന്നെ വിളിച്ചിട്ട്, എടാ നീ എവിടെയാണ്, നിനക്ക് സുഖമല്ലേ എടാ എന്നാ വിളിക്കുന്നുള്ളൂ, എൻ്റെ പേരൊന്നും പറയുന്നില്ല. ഞാനിപ്പോൾ ചോദിച്ചാൽ ആരാണ് ഈ നിനക്ക് എന്നെ അറിയില്ല, നീ അത്ര പെട്ടെന്ന് മറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചേ. അപ്പം എനിക്ക് മനസ്സിലായി ഇവൻ എന്നെ അറിയത്തില്ല, വെറുതെ ഇങ്ങനെ വിളിക്കുന്നതാണ്. അപ്പോഴും എനിക്കറിയേണ്ടത് ഇവൻ എങ്ങനെ ഈ നമ്പർ കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ഇവനിത് പറയുന്നില്ല. അവസാനം ഞാൻ കുറച്ച് കലിപ്പിച്ചിട്ട് ഞാൻ സംസാരിച്ചു. എൻ്റെ വോയിസ് ഒക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് ഞാൻ സംസാരിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ ആരാന്ന് അറിയുമെന്ന് ചോദിച്ചു. അപ്പം അവന് പിന്നെ എനിക്കറിയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിനക്ക് എന്നെ ശരിക്കും അറിയില്ലടാ, ഞാൻ സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസറാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നിന്റെ ടവർ ഏതാന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, നീ എവിടെയാണ് ഉള്ളതെന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി. ഓക്കെ, ഇപ്പോൾ നേരെ അങ്ങോട്ടേക്ക് 2-3 ആൾക്കാർ നിന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മോൻ റെഡി ആയിട്ട് നിന്നു, ഇനി നിന്റെ ഒരു കള്ളത്തരം ഇനി നടക്കൂല, നീ ഇതുപോലെ ആരെയൊക്കെ വിളിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ ഇവൻ ഇരുന്ന് കരയാണ്, അയ്യോ സാറേ ഒന്ന് ചെയ്യല്ലേ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ്. എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അനിയത്തിയും മാത്രമേ ഉള്ളൂ, ഞാൻ നിൻ്റെ അച്ഛനോട് പോയതാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അച്ഛൻ മരിച്ചു പോയെന്നോ, അച്ഛൻ ഇവരെ ഇട്ടിട്ട് പോയെന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അങ്ങനെ ഇവൻ ശരിക്കും നല്ല രീതിയിൽ പേടിച്ചെന്ന് വെച്ചാൽ ആ സമയത്ത് എനിക്ക് എന്തൊക്കെ പറയാൻ പറ്റും എന്ന് വെച്ചാൽ, ഇവനോട് ഷൗട്ട് ചെയ്ത് ഒരു ഓഫീസർ എങ്ങനത്തെ രീതിയിലാണ് സംസാരിക്കുന്നത് അങ്ങനത്തെ രീതിയിലൊക്കെ ഞാൻ ഷൗട്ട് ചെയ്ത് സംസാരിച്ചെന്ന് വെച്ചാൽ, ഇവൻ ചെറിയൊരു പയ്യനെന്തോ ആണ്. അപ്പോൾ ഇവൻ എവിടുന്ന് നമ്പർ കിട്ടിയെന്ന് അവനോട് ഞാൻ ഷൗട്ട് ചെയ്ത് ചോദിച്ചു. എനിക്കത് അറിഞ്ഞേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നിന്നെ ഇപ്പം തന്നെ വന്ന് അറസ്റ്റ് ചെയ്യും, നീ പോയി
അവിടെ പോയി അഴി എണ്ണി കിടന്നു അവിടുന്ന് ഫുഡൊക്കെ അടിച്ചിട്ട് നീ അവിടെ തന്നെ ഇരുന്നു, എന്തായാലും നിന്നെ കൊണ്ടൊരു ഉപകാരവും ഇല്ല, നിന്റെ അനിയത്തിക്കും അമ്മയ്ക്കും ഒരു ഉപകാരവും ഇല്ല, നീ ഇങ്ങനത്തെ പരിപാടി കാണിച്ച് നടക്കല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അവൻ എൻ്റെ അടുത്ത് പറയുന്നത് ഇവനിങ്ങനെ നമ്പർ 10 നമ്പർ ഇങ്ങനെ തോന്നുന്ന നമ്പറൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്യും, കോൾ ചെയ്യുന്ന സമയത്ത് പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ അവൻ സംസാരിക്കും, അതർവൈസ് ആണുങ്ങളാണെങ്കിൽ അവൻ കോൾ കട്ട് ചെയ്യും. ഇതാണ് അവൻ്റെ പരിപാടി. ഇതുപോലെ അവൻ ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എന്നോട് കുറേ മാപ്പൊക്കെ പറഞ്ഞ് അപേക്ഷിച്ച് ഇങ്ങോട്ട് ആരെയും അയക്കല്ലേ, എന്നെ അറസ്റ്റ് ചെയ്യല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇപ്പം തന്നെ ഞാൻ ഈ നമ്പരും ഈ സിം പോലും ഞാൻ യൂസ് ചെയ്യുന്നില്ല, എൻ്റെ ഫോൺ വലിച്ചെറിഞ്ഞോളാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നീ ഇന്ന് മുതൽ നീ നിൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കും വേണ്ടിയിട്ട് നീ പോയി വർക്ക് ചെയ്യണം, ജോലി ചെയ്യണം, അവർ നീ മര്യാദയ്ക്ക് നോക്കിക്കോണം, നിന്റെ ടവർ ഏതാണ് എല്ലാം ഞങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, നിന്നെ കണ്ടുപിടിക്കാൻ അത്ര പാടൊന്നുമില്ല, അപ്പം അതുകൊണ്ട് നിന്നെ ഇനി ഞങ്ങൾ ഒരു നോട്ടപ്പുള്ളിയാക്കി വെച്ചിരിക്കുകയാണ്, നിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോട്ട് ചെയ്യും, നീ മര്യാദയ്ക്കല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. ഇവൻ ശരിക്കും അതിഗംഭീരമായിട്ട് ഇവൻ പേടിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ അവൻ പേടിച്ച്. ഇപ്പം തന്നെ ഞാനിത് മൊത്തത്തിൽ ഞാൻ കളയാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്നോട് പറഞ്ഞു, മാപ്പ് പറഞ്ഞു, അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ ഓക്കെ, നീ നന്നാവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യൂല, പക്ഷെ നീ നന്നാവണമെന്ന് പറഞ്ഞു. ഇനി മേലാൽ ആരെയും ഐ തിങ്ക് ഇനി അവനൊരു പെണ്ണിനെ പോലും വായി നോക്കാൻ പോലും പോകത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഇവൻ കരഞ്ഞിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പം എനിക്ക് ഇതിനിടയ്ക്കിട്ട് ചിരിയും വരുന്നുണ്ട്, പക്ഷേ അവൻ്റെ അപ്പോഴത്തെ ഒരു നിസ്സഹായ അവസ്ഥ ഇവൻ ശരിക്കും വരണ്ടോ എന്നുള്ളത് 100% ഷുവറാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം ഒന്ന് വിളിച്ചു നോക്കി, റിങ് ചെയ്യുന്നുണ്ടോ എന്താണ് ഹാലെന്നറിയാൻ. സത്യം പറഞ്ഞാൽ ആ നമ്പർ നിലവിലില്ലെന്ന് എന്തൊക്കെയോ ആണെന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഐ തിങ്ക് ഇവൻ ഈ സിം ചിലപ്പോൾ ഓടിച്ച് കളഞ്ഞ് കാണും, അതേ രീതിയിൽ അവൻ വരണ്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് സംഭവം. ഒത്തിരി അനോണിമസ് കോൾ ഇങ്ങനെ പലർക്കും വരുന്നുണ്ട്. എൻ്റെ മാത്രം ഒരു അനുഭവമല്ല, ഒത്തിരി പെൺകുട്ടികൾക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. അപ്പം നമ്മൾ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കുക, സൈബർ സെല്ലുണ്ട് അവിടെ പരാതി പറയുക. കാരണം എല്ലാവർക്കും ഇങ്ങനെ തോന്നിയ പോലെ വിളിക്കാൻ പറ്റിയൊന്നുമല്ലല്ലോ. അപ്പം ചില കുട്ടികളൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അവരെ വിളിച്ചിട്ട് അനാവശ്യം പറയുക, അങ്ങനെ അവർ മെൻ്റലി ഡൗൺ ആയി പോവും, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ എന്തായാലും എൻ്റെ മുന്നിൽ ആദ്യം വന്ന് പെട്ട ആ പയ്യൻ, അവൻ ശരിക്കും വരണ്ടിട്ടുണ്ട്. ഐ തിങ്ക് അവൻ നല്ല കുട്ടിയായി കാണും. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ആൾ, അയാൾ എന്നോട് ആരാണ് നമ്പർ ഷെയർ ചെയ്ത് കൊടുത്താണ് കേട്ടോ. എൻ്റെ നമ്പർ ആരോ കൊടുത്തതാണ്. ഈ പറഞ്ഞ പോലെ എവിടെ നിന്നെങ്കിലും വല്ല ഗ്രൂപ്പിൽ നിന്ന് വല്ലതും കിട്ടിയതായിരിക്കും, എനിക്കറിയില്ല. എനിവേ ആരാണെങ്കിലും ഇനി ഇങ്ങനത്തെ പരിപാടി കാണിക്കാൻ പാടില്ല, കാരണം പ്രതികരിക്കും, ഷുവറായിട്ട് പ്രതികരിച്ചിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഒരാളുടെ അനുവാദം ഇല്ലാതെ അയാളുടെ പേഴ്സണൽ നമ്പർ ആർക്കും ഷെയർ ചെയ്യുന്നത് ശരിയല്ല, ഇല്ലീഗലാണ്. സോ ഇങ്ങനെ ഇനി ആരും ചെയ്യാതിരിക്കട്ടെ. അതുപോലെ തന്നെ പെൺകുട്ടികളോടാണെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോള് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഇവിടെ നിയമമുണ്ട്, നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം, അവരോട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇതൊരു ഇൻഫർമേഷനായിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം, എന്താണെങ്കിലും എനിക്ക് നിങ്ങളോടൊന്ന് ഇതൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.